ഇയാളെ കവലയിലേക്ക് ചെല്ലട. നാട്ടുകാരോട് ആഘോഷിക്കുകയാണ്. ഒരു ലോഡ് സ്പിരിറ്റ് പോയാൽ എനിക്കൊരു രോമം പൊഴിയുന്നത് പോലെ കണ്ട. നിന്റെ അവസാനത്തെ ഗെയിമാണിത്. നീ അങ്ങ് ജയിച്ചോ, ഞാനത് സഹിച്ചു. എന്റെ അവസാനം തീരുമാനിക്കാൻ നീ ആരാടാ? ദൈവമോ? അതേടാ, വെള്ളിമേഘങ്ങൾക്കിടയില് സ്വർണ്ണ സിംഹാസനത്തിലിരുന്ന് തെറ്റും ശരിയും തൂക്കി നോക്കി വിധി നടപ്പിലാക്കുന്ന പൊന്നുതമ്പുരാനല്ല, അതങ്ങ് മുകളിലെ ദൈവം. താഴെ പച്ച നോട്ടുകളും പച്ച മാംസവും കൊടുത്ത് അധികാരവർഗത്തിന്റെ വായടപ്പിച്ച് ഇന്ത്യൻ പീനൽ കോഡ് സ്വന്തം പീനൽ കോഡാക്കി മാറ്റി വിചാരണയും വിധിയും സ്വന്തം വിചാര വികാര ധാര കൊണ്ട് തീർപ്പാക്കുന്ന ദൈവങ്ങൾക്ക് പല നാട്ടിലും പല പേരാണ്. ഇവിടെ ആ പേര് ചിത്തരഞ്ജൻ. ചിത്തരഞ്ജൻ. ഞാനാണ് സൃഷ്ടികർത്താവ്, ഞാനാണ് സാക്ഷാത്കാരകൻ, ഞാൻ തന്നെയാണ് സംഹാരകനും. ഒരു വടിവാളിന്റെ മുനയിലാണ് ലോകം കറങ്ങുന്നതെന്ന് കരുതുന്ന ദി മോസ്റ്റ് ഡേഞ്ചറസ് എന്നറിയപ്പെടുന്ന കുറെ കൊട്ടേഷൻ പിള്ളേരുടെ ധൈര്യമാണ് നിനക്ക്. അതേടാ, ആ പിള്ളേര് നിന്റെ സഹോദരനോട് ചെയ്തത് നീ മറന്നിട്ടില്ലല്ലോ. ചിത്രഞ്ജ, ചത്തുപോയ നിന്റെ അപ്പനപ്പൂപ്പന്മാരുടെ അസ്ഥി കഷ്ണങ്ങൾ ദ്രവിച്ചു തീർന്നാലും എന്റെ കൂടപ്പുറപ്പിനോട് നിങ്ങൾ ചെയ്ത പാതകം ഞാൻ മറക്കില്ല, ഓർക്കില്ല. അവരാളുമാർ ചെയ്തു പോയതാണെന്ന് ഞാൻ അന്നു മുതലേ പറയുന്നതാ. നഷ്ടപരിഹാരവും നൽകാമെന്ന് പറഞ്ഞതല്ലേ. നഷ്ടപരിഹാരം? നിന്റെ നഷ്ടങ്ങളാണ് എന്റെ പരിഹാരം. അടിവേരിളക്കി നിന്നെ അടിപടലം നശിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. അവന്മാരെ ആളുമാറി ആക്രമിച്ചത് എന്റെ കുറ്റമാണോ? അവന്റെ വിധി. നിഷ്കളങ്കനായ എന്റെ അനിയന് ആ വിധിയൊരിക്കലും നീയാണ്. മറന്നിട്ടില്ല ഞാൻ ആ അവസാന കാഴ്ച. കൺതടങ്ങൾക്ക് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ, വിളർന്ന വായിലൂടെ ഒഴുകിപ്പരക്കുന്ന കൊഴുത്ത ചോര, അവന്റെ നെഞ്ചിൽ കൂടി കൂടം കൊണ്ടുള്ള അടിയേറ്റ് തകർത്തിരുന്നു. ശ്വാസകോശങ്ങളിലൊന്ന് ചുരുങ്ങി പൊട്ടിയിരുന്നു. കരളും ഡയഫ്രമും ഇടിയേറ്റ് കലങ്ങിപ്പോയി. ഓർക്കില്ല, ഓർക്കില്ല. എന്താണ് പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ തീരുക. ഇനി കലാശക്കൊട്ട് ഇവൻ അതിന്റെ പ്രശ്നമാ. അതിന് മുതലാളിയുടെ പ്രശ്നം തുടങ്ങിയല്ലോ. കാമയിലും അരുവിലും ഒക്കെ സ്പിരിറ്റ് ഒഴുകുകയല്ലേ. ഒഴുകെട്ടടാ, നാളെ ചിലരുടെയൊക്കെ കണ്ണീരൊഴുകി തെളിഞ്ഞോളും. എടോ, ചിത്തരഞ്ജൻ എന്ന പേരിന്റെ അർത്ഥം തനിക്കറിയാമോ? ചിത്തത്തെ രഞ്ജനം ചെയ്യുന്നവൻ, അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവൻ. അങ്ങനെയാണെങ്കിലേ മുതലാളിയുടെ പേര് മാറ്റണം. ചിത്തരഞ്ജൻ എന്നല്ല, ദുഷ്ടരഞ്ജൻ. നമുക്ക് പോ. ഇയാളോട് ഇപ്പൊ സംസാരിച്ച് സമയം കളയണ്ട. പോട്ടെ ചിത്തരഞ്ജൻ മുതലാളി, ഞങ്ങൾ കടലിൽ പോയി വന്നിട്ട് വിശദമായി നമുക്കൊന്ന് കാണാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട. ആ ചെല്ല് ചെല്ല്. ഷാനി, നീ പോകുന്നുണ്ടോ ഇവരുടെ കൂടെ? എന്താ? തുറയിലച്ചന്റെ അനുവാദം കൂടി മേടിക്കണ. വിനാശകാലം വിപരീത ബുദ്ധി. കഷ്ടം. വാടാ.